അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു ആയത്തിനെ പരിചയപ്പെടുത്തി തരാം. ഈ ആയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തി തരാം. ഈ ആയത്തിനെ കുറിച്ചുള്ള മഹത്വങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടും. നമുക്ക് നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിലായിക്കോട്ടെ, നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. ചില വീടുകളിൽ നിത്യവും എന്തെങ്കിലും പ്രയാസം, അസുഖം, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം, വീഴൽ, പിടക്കൽ, അതുപോലെ ആക്സിഡൻറ്റ്, എന്തെങ്കിലും ആപത്തുകൾ വന്നുകൊണ്ടേയിരിക്കും. ബറക്കത്തില്ലാത്തൊരവസ്ഥ ജീവിതത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബ പ്രശ്നം, അല്ലെ അയൽക്കാരെ കൊണ്ട് ബുദ്ധിമുട്ട്, നാട്ടുകാരെ കൊണ്ട് ബുദ്ധിമുട്ട്, അല്ലെ സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ ബുദ്ധിമുട്ട്, എന്തുമാവട്ടെ നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഈ ഒരു ആയത്തിനെ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് ഈ ഒരു ആയത്ത് നിങ്ങൾ ഒരു വട്ടം ഓതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആ ഒരു ദിവസം നിങ്ങൾ വിഷമിക്കില്ല. കാരണം നിങ്ങളുടെ ഒരു പ്രയാസങ്ങളും നിങ്ങളെ വന്ന് തട്ടില്ല. അത്രക്ക് പവർഫുള്ളായ ഒരു ആയത്താണിത്. ഈ ഒരു ആയത്തിൻ്റെ മഹത്വം പറഞ്ഞാൽ എണ്ണിയാൽ തീരില്ല. ഒരുപാട് മഹത്വങ്ങളുണ്ട്. 40ൽ കൂടുതലായിട്ട് മഹത്വങ്ങൾ ഉണ്ട്. ഈ ഒരു ആയത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങളുണ്ട്. ഈ ഒരു ആയത്തിനെ ഓതിക്കഴിഞ്ഞാൽ, പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമുക്ക് ഈ ആയത്തിനെ പല രൂപത്തിലായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് നേട്ടങ്ങൾ കിട്ടും. പണ്ട് മുതലേ നമ്മുടെ മുത്തു ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ ഈ ആയത്തുകൾ ജനങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഫലങ്ങളും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ആയത്തിൻ്റെ കുറച്ച് മഹത്വങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരു ആയത്തിൻ്റെ പേരുകൾ, ഈ ഒരു ആയത്തിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് മഹത്വമുള്ള ആയത്ത്, ഖുർആനിലെ അത്യുന്നത ആയത്ത്, ഖുർആനിലെ മികച്ച ആയത്ത്, ഖുർആനിലെ ബഹുമാനപ്പെട്ട ആയത്ത്, അള്ളാഹുവിൻ്റെ ആയത്ത് എന്നറിയപ്പെടുന്ന ആയത്ത്, ഖുർആനിലെ ഏറ്റവും ഉയർന്ന ആയത്ത്, തുറന്നു കൊടുക്കുന്ന ആയത്ത്, വർദ്ധനവിൻ്റെ ആയത്ത്, പവിത്രമായ ആയത്ത്, അല്ലാഹുവിൻ്റെ വിശേഷങ്ങൾ തുറന്നു കാണിക്കുന്ന ആയത്ത്, ഏകത്വത്തിൻ്റെ ആയത്ത്, ആശ്വാസം തേടുന്ന ആയത്ത്, സഹായം തേടുന്ന ആയത്ത്, അഭയം തേടുന്ന ആയത്ത്, തിരിച്ചു വരുന്ന ആയത്ത്, സംരക്ഷണം നൽകുന്ന ആയത്ത്, സുരക്ഷിതം ലഭിക്കുന്ന ആയത്ത്, പ്രയോജനം ലഭിക്കുന്ന ആയത്ത്, കാവൽ ലഭിക്കുന്ന ആയത്ത്, തടയുന്ന ആയത്ത്, മോചനം ലഭിക്കുന്ന ആയത്ത്, മായ്ച്ചു കളയുന്ന ആയത്ത്, പ്രതിരോധിക്കുന്ന ആയത്ത്, ബലപ്പെടുത്തുന്ന ആയത്ത്, ഏറ്റെടുക്കുന്ന ആയത്ത്, പ്രത്യക്ഷപ്പെടുന്ന ആയത്ത്, സാക്ഷ്യം വഹിക്കുന്ന ആയത്ത്, ഉൾപ്പെടുത്തിയ ആയത്ത്, ഇസ്മുൽ അഅ്ളമിൽ പെട്ടിട്ടുള്ള ആയത്ത്, ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന ആയത്ത്, ഇത് ലോക വിജയം ലഭിക്കുന്ന ആയത്ത്, കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ആയത്ത്, തിരഞ്ഞെടുക്കപ്പെട്ട ആയത്ത്, പുറത്താക്കുന്ന ആയത്ത്, അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ആയത്ത്, മാറ്റി നിർത്തുന്ന ആയത്ത്, സഹായം നൽകുന്ന ആയത്ത്, നന്ദി ചെയ്യുന്നവരുടെ ആയത്ത്, ദിക്ർ ചൊല്ലുന്നവരുടെ ആയത്ത്, നമ്മുടെ മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയത്ത്. ഞാനിപ്പോൾ വിശദീകരിച്ച ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ആയത്ത് കൊണ്ട് കിട്ടും. നമ്മൾ ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു തരും. അത് ഉറപ്പാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഓതിയാൽ ഇത്രയും ഫലങ്ങൾ നമുക്ക് കിട്ടുമെങ്കിൽ അത് നമ്മളൊരു നിശ്ചിത എണ്ണം വെച്ച് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അള്ളാഹു തരും. നമ്മൾ ചോദിക്കാതെ തന്നെ അള്ളാഹു നമുക്ക് തരും. ഈ ഒരു ആയത്തിൻ്റെ മേന്മ പറയാന്ന് വെച്ചാൽ, പരിശുദ്ധമായ ഖുർആനിലുള്ള ഏറ്റവും വലിയ ഒരു ആയത്താണിത്. അള്ളാഹുവിൻ്റെ ആയത്താണ്. ഈ ഒരു ആയത്തിൽ ഇസ്മുൽ അഅ്ളമിൽ പെട്ടിട്ടുള്ള 3 വാക്കുകൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഈ ഒരു ആയത്തിൽ പെട്ടിട്ടുണ്ട്. ഈ ഒരു ആയത്ത് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി എടുക്കാനും കഴിയും. നിങ്ങൾ ഓതേണ്ട രീതി ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു ആയത്ത് ഏതാണെന്ന് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുള്ള ആയത്താണിത്, ആയത്തുൽ കുർസി. ഈ ഒരു ആയത്തുൽ കുർസി കൊണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാനും അള്ളാഹുവിനോട് ദുആ ചെയ്യാനുമുള്ള മാർഗമുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. എന്നാൽ അള്ളാഹു ആയത്തുൽ കുർസിനെ വിശേഷിപ്പിക്കുന്ന കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞു തരാം.
അള്ളാഹു കുർസീനെ 7 ആകാശങ്ങളെ വലയം ചെയ്യുന്ന രൂപത്തിലാണ് സൃഷ്ടിച്ചത്. 7 ആകാശങ്ങൾ കുർസിയിലേക്ക് ചേർത്ത് നോക്കിയാൽ മരുഭൂമിയിൽ നിങ്ങൾ കാണുന്നത് എറിയപ്പെട്ട മോതിരം പോലെയാണ്. കുർസിയുടെ വലത് ഭാഗത്ത് 10,000 കസേരകളും ഇടതുഭാഗത്ത് 10,000 കസേരകളും അള്ളാഹു സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ ആയത്തുൽ കുർസിയെ പാരായണം ചെയ്തു കൊണ്ടിരിക്കുന്ന മലക്കുകളെ ഇരുത്തിയിട്ടുമുണ്ട്. ഈ മലക്കുകൾ ഓതുന്ന പ്രതിഫലം ആർക്കാണ് കിട്ടുക എന്ന് അറിയണ്ടേ? അവർ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തുൽ കുർസിയുടെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആയത്തുൽ കുർസിയെ പതിവാക്കുന്നവരുടെ ഏടുകളിൽ എഴുതി വെക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരാണല്ലോ നമ്മൾ. അപ്പോൾ ആ പ്രതിഫലം നമുക്കുള്ളതാണ്. അപ്പോൾ അത് പായാക്കി കളയരുത്. ഇതുകൊണ്ടാണ് ആയത്തുൽ കുർസി എന്ന് പേര് വെച്ചത്. നമ്മുടെ മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനുഷ്യരുടെ നേതാവ് ആദം നബി അലൈഹിസ്സലാം ആണല്ലോ. അറബികളുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പേർഷ്യകരുടെ നേതാവ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹ, റോമക്കാരുടെ നേതാവ് സുഹൈബ് റളിയല്ലാഹു അൻഹ, എത്യോപ്യക്കാരുടെ നേതാവ് ബിലാൽ റളിയല്ലാഹു അൻഹ, പർവ്വതങ്ങളുടെ നേതാവ് ട്യൂർ പർവ്വതം, ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ച, വേദങ്ങളുടെ നേതാവ് ഖുർആനാണ്. ഖുർആനിൻ്റെ നേതാവ് അൽ ബഖറ സൂറത്തിലുള്ള അൽ ബഖറ സൂറത്തായിരിക്കുന്നു. അൽ ബഖറ സൂറത്തിൻ്റെ ആയത്തുകളുടെ നേതാവ് ആയത്തുൽ കുർസി എന്നിവയാണ്. അപ്പോൾ ഖുർആനിൻ്റെ നേതാവ് അൽ ബഖറ സൂറത്തും അൽ ബഖറ സൂറത്തിൻ്റെ നേതാവ് ആയത്തുൽ കുർസിയാണ്. ഈ ആയത്തുൽ കുർസിയുടെ മഹത്വം നമ്മൾ പറഞ്ഞാൽ ഈ വീഡിയോയിൽ തീരില്ല. ഈ ഒരു ആയത്തുൽ കുർസി നിങ്ങൾ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് 11 പ്രാവശ്യം ഓതി പതിവാക്കുക. ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ കൈകൾ ഉയർത്തി ദുആ ചെയ്യുകയും ചെയ്യുക. ഈ ഒരു ആയത്തുൽ കുർസി നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് നടക്കും. ആഗ്രഹങ്ങൾ നടക്കും, വിഷമങ്ങൾ മാറിക്കിട്ടും, രോഗങ്ങൾ വരാതിരിക്കും, പ്രയാസങ്ങൾ മാറിക്കിട്ടും, സമ്പത്ത് ഉയരും, കണ്ണേറ് തട്ടാതിരിക്കും. ഇതൊക്കെ നമുക്ക് ഈ ഒരു ആയത്തുൽ കുർസി കൊണ്ട് നേടാൻ കഴിയും. എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരാഗ്രഹം നടക്കാനുള്ള അമൽ പറഞ്ഞു തരാം. ഈ ഒരു ആയത്തുൽ കുർസി നിങ്ങൾക്ക് ഓതേണ്ട രൂപം നമ്മുടെ മുത്തുനബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൻ്റെ എണ്ണത്തിൽ 201 പ്രാവശ്യം പാരായണം ചെയ്യുക. നിങ്ങൾക്കൊരാവശ്യം നിറവേറാനുണ്ടെങ്കിൽ, ആഗ്രഹം നിറവേറാനുണ്ടെങ്കിൽ 201 പ്രാവശ്യം പാരായണം ചെയ്ത് നിയ്യത്ത് വെച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി എന്നിട്ട് പാരായണം ചെയ്ത് നബിയുടെ ഹളറത്തിലേക്ക് ഹദിയ ചെയ്തിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. നിങ്ങളുടെ ആവശ്യം ഉടനടി നടക്കും. ആയത്തുൽ കുർസി ഓതിയിട്ട് ചോദിച്ചിട്ട് ഉത്തരം കിട്ടാത്തവർ ആരുമില്ല. കളവ് പോയ സാധനങ്ങൾ തിരിച്ചു കിട്ടിയവരുണ്ട്, പ്രയാസങ്ങൾ മാറിയവരുണ്ട്, അസുഖങ്ങൾ വരെ അപ്പാടെ തുടച്ച് മാറിയവരുണ്ട്. അതുകൊണ്ട് ആയത്തുൽ കുർസിയെ ബഹുമാനിക്കുക. നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുക. അതുപോലെ പ്രവാസികളെയും ഉൾപ്പെടുത്തുക. എൻ്റെ ദുആയിൽ നിങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാനും അതുപോലെ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവരുമുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ ജീവിതത്തിൽ ആയത്തുൽ കുർസി അറിയാമെങ്കിലും അത് പതിവാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത ഈ വീഡിയോ കേട്ടിട്ട് അവർ പതിവാക്കാൻ കാരണമായെങ്കിൽ അവർ പതിവാക്കുമ്പോൾ ഓരോ ആയത്തുൽ കുർസി ഓതുമ്പോൾ അതിൻ്റെ ചെറിയൊരു കൂലി നിങ്ങൾക്കും കൂടി കിട്ടും. നിങ്ങൾ കാരണം അവർ പതിവാക്കിയാൽ. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യാൻ മടിക്കരുത്. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മൾ ഓതുന്നതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ